ഇറാൻ അമേരിക്ക സമാധാന ചർച്ചകൾ അല്പസമയത്തിനകം. ചർച്ചകൾക്ക് മുന്നോടിയായി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫുമായി കൂടിക്കാഴ്ച നടത്തി അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ.ഡി. വാൻസ്. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് അഷിത വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അഷിത, സംഘർഷഭരിതമായ പശ്ചിമേഷ്യയിൽ സമാധാനം പുലരാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. എന്തായാലും ഇറാൻ അമേരിക്ക സമാധാന ചർച്ചകൾ അല്പസമയത്തിനകം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതെ ആര്യ, ഇറാൻ അമേരിക്ക സമാധാന ചർച്ച അല്പസമയത്തിനകം തന്നെ ആരംഭിക്കുമെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ ചർച്ചകൾക്ക് മുന്നോടിയായി അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ.ഡി. വാൻസ്, അതുപോലെ ജാരഡ് കുഷ്നർ, സ്റ്റീവ് വിറ്റ്കോഫ് എന്നിവർ ഇറാനുമായുള്ള നേരിട്ടുള്ള ചർച്ചകൾക്ക് മുന്നോടിയായി US വൈസ് പ്രസിഡന്റ് ജെ.ഡി. വാൻസ്, അതുപോലെ സ്റ്റീവ് വിറ്റ്കോഫ്, ജാരഡ് കുഷ്നർ എന്നിവർ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. കൂടാതെ ഇറാനിയൻ പ്രതിനിധി സംഘമായ ഇറാനിയൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ഖബർ ഗാലിബാഫ്, വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഇറാനിയൻ പ്രതിനിധി സംഘവും പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടെന്നാണ് ഏറ്റവും പുതിയ വിവരം. മാത്രമല്ല, ഈ ചർച്ചകൾ ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെടുകയാണെങ്കിൽ 1979 ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിൽ ഉന്നതതലത്തിൽ നടക്കുന്ന ആദ്യത്തെ നേരിട്ടുള്ള കൂടിക്കാഴ്ചയായിരിക്കുമെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, ലോകം ഉറ്റുനോക്കുന്ന ഒരു ചർച്ച കൂടിയാണ്, ഒരു സമാധാന ചർച്ച കൂടിയാണിത്. ഇറാൻ സമാധാന ചർച്ചകൾക്കായി പാകിസ്ഥാനിലെത്തിയ പ്രതിനിധി സംഘം ഒരിക്കലും കണ്ണു നനയ്ക്കുന്ന കാഴ്ചയായിരുന്നു. കാരണം ഇറാനിലേക്ക് ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ 165 കുട്ടികൾ കൊല്ലപ്പെട്ടിരുന്നു. ആ കുട്ടികളുടെ മരണത്തിൽ ആദരസൂചകമായാണ് ഇറാൻ സംഘം പാകിസ്ഥാനിലേക്ക് എത്തിയത്. അതായത് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ഗാഫർ ഗാലിഫിന്റെ നേതൃത്വത്തിലുള്ള സംഘം സഞ്ചരിച്ച വിമാനത്തിലെ മുൻനിര സീറ്റുകളിൽ നിരത്തിവെച്ചിരുന്നത് യുദ്ധത്തിൽ കൊല്ലപ്പെട്ട കുരുന്നുകളുടെ രക്തം പുരണ്ട ബാഗുകളും ഷൂസുകളുമായിരുന്നു. ഈ യുദ്ധത്തിന്റെ ഭീകരതയും മാനുഷിക വിലയും ചർച്ചാ മേശയ്ക്ക് മുന്നിൽ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഇറാൻ ഇങ്ങനെയൊരു പ്രതീകാത്മകമായ നീക്കം നടത്തിയിരിക്കുന്നത്. ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട 165ഓളം വിദ്യാർത്ഥികളുടെ ചിത്രങ്ങളും അവരുടെ ബാഗുകളുമാണ് വിമാനത്തിൽ സീറ്റുകൾ തോറും വെച്ചിരിക്കുന്നത്. തന്റെ എക്സ്പോസ്റ്റിലൂടെ ഈ ദൃശ്യങ്ങൾ പങ്കുവെച്ച ഗാലിബാഫ് ഈ കുരുന്നുകളാണ് തന്റെ സഹയാത്രികർ എന്നാണ് കുറിച്ചിരിക്കുന്നത്. ഈ യുദ്ധത്തിന്റെ ഭീകരത എത്രത്തോളം ഉണ്ടെന്ന്, ഈ കുരുന്നുകളുടെ ജീവൻ എത്രത്തോളം പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ടെന്ന് ഈ ഇറാൻ പ്രതിനിധി സംഘത്തിന്റെ വാക്കുകളിലൂടെ തന്നെ നമുക്ക് വ്യക്തമാക്കുന്നതാണ്. ആര്യ, യിലേക്ക് ഉറ്റുനോക്കുകയാണ്. സമാധാനം പുലരുമെന്ന് തന്നെ നമുക്കും പ്രതീക്ഷിക്കാം. ഇറാൻ അമേരിക്ക സമാധാന ചർച്ചകൾക്ക് തുടക്കമായി എന്നാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ആഷിതയാണ് വിവരങ്ങൾ നൽകിയത്.